അയോധ്യ വിഷയത്തിൽ കേരളത്തിലെ ഇരട്ടത്താപ്പുകാർക്ക് വലിയ തിരിച്ചടിയാണ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നടി ഉർവശിയുടെ പേരിൽ അവർ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചവർക്ക് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഉർവശി അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നും അതിൽ വിഷമമുണ്ടെന്നും അഭിനയത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നും ഇത് തൻ്റെ പോസ്റ്റ് അല്ല, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുകയും പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഉർവശി രംഗത്ത് വന്നത് പലർക്കും വലിയ ചോദ്യമായി മാറിയിരുന്നു, തിരിച്ചടിയായി മാറിയിരുന്നു. മാത്രമല്ല, ഹിന്ദുക്കൾ വിശ്വാസം ഒതുക്കി ജീവിക്കുന്നത് കൊണ്ട് ഇന്ത്യ മതേതരമായിരിക്കുന്നു എന്ന് രേവതി പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ആ വഴിക്കും വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ ചില ഇരട്ടത്താപ്പുകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളെയും ചേർത്തുകൊണ്ട് അതിശക്തമായി തന്നെ ഇരട്ടത്താപ്പുകാർക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭേഷ്. കേരളത്തിലെ ചിലരുടെ ഇരട്ടത്താപ്പിനെ വലിച്ചു കയറിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭേഷ്. രണ്ട് കുറിപ്പുകളാണ് ചർച്ചയാകുന്നത്. ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: അങ്ങനെ മറ്റൊരു ഹിമാലയൻ നുണക്കഥ കൂടി പൊളിഞ്ഞു വീണു. അല്ല, കഥയിലെ നായിക തന്നെ രംഗത്ത് വന്ന് പൊളിച്ചു കയ്യിൽ കൊടുത്തു. സമൂഹത്തിൽ അങ്ങേയറ്റം സ്പർദ്ധയുണ്ടാക്കുന്ന ഹീനമായ ഒരു പരാമർശം ഉണ്ടാക്കുക, എന്നിട്ട് അത് മറ്റൊരാളുടെ പേരിൽ അവർ പറഞ്ഞെന്ന വ്യാജേന പറഞ്ഞുണ്ടാക്കുക, എന്നിട്ട് അത് പരമാവധി ആളുകളിൽ എത്തിക്കുക. മനസാ വാചാ കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിൽ ഒരു മഹാനടിയെ കുടുക്കി അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരിയാക്കി അവതരിപ്പിക്കുക എന്നത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ശരിക്കും ഇടത് കം ഫേക്ക് ലിബറൽ ക്യാമ്പുകൾ അസ്വസ്ഥമാണ്. ശ്രീമതി ശോഭന എന്ന മഹാനടി പ്രധാനമന്ത്രിയുടെ നാരീശക്തിയിലെത്തിയപ്പോൾ അത് വല്ലാത്ത ഒരു ആഘാതമായി. പിന്നീട് ഇന്ത്യയുടെ വാനം പാടി തന്റെ വിശ്വാസം ഉറക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക് പന്തിയല്ല എന്ന്. ഇവിടെ അരിയിട്ട് വാഴിച്ചിരുന്ന ഫേക്ക് സെക്കുലറിസം അല്ല യഥാർത്ഥ മതേതരത്വമെന്നും ഇല്ലാത്ത വർഗീയവാദത്തെ ഉണ്ടെന്ന് വരുത്തി പൊലിപ്പിച്ച് കാട്ടുന്നത് സമൂഹത്തിൽ വിലയും നിലയുമുള്ളവർ തിരിച്ചറിഞ്ഞു എന്നും മനസ്സിലായപ്പോൾ മൂട്ടിൽ തേയിട്ട അവസ്ഥയായി. മഹാനടി ശോഭനയെ പോലെ തന്നെ അതേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഉർവശി ചേച്ചിയെ വച്ച് ഒരു കളി കളിക്കാമെന്ന് നുണയിടങ്ങൾ ഉപായം കണ്ടെത്തി. അതാണ് ഇന്നലെ രാവിലെ മുതൽ ഓടിയ ഉർവശി ചേച്ചിയുടെ പേരിൽ വന്ന ഫേക്ക് പ്രസ്താവന. പൊതുവെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത ഉർവശി ചേച്ചിയുടെ പേരിലാകുമ്പോൾ അത് ഹൗസ്ഫുൾ ആയിട്ട് ഓടും എന്നായിരുന്നു കാണും ധാരണ. അഭിനയ മേഖലയിൽ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ തല്ലുപിടുത്തതിനൊന്നും നേരവുമില്ലല്ലോ. നിങ്ങൾക്ക് ശോഭന ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഉർവശിയുണ്ടെന്ന കാട്ടിക്കൂട്ടൽ പക്ഷേ ആട്ടപടലം പൊളിഞ്ഞു. ശരിക്കും ഒന്ന് ഓർത്തു നോക്കൂ, ഈ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ ഇക്കാലത്ത് പോലും ഇത്തരം നട്ടാൽ കുരുക്കാത്ത നുണക്കഥകൾ, അതും ഇത്രയും പ്രശസ്തരായ ആളുകളെക്കുറിച്ച് വരെ ഇറക്കാൻ ഇവർക്ക് കഴിയുന്നുവെങ്കിൽ ഒരു 50 കൊല്ലം മുൻപ് ഇവർ എന്തൊക്കെ ഇരവാദങ്ങൾ പടച്ചു വിട്ട് കാണുമല്ലേ. ഇല്ലാത്ത നങ്ങേലിക്ക് വരെ സ്മൃതി മണ്ഡപം കെട്ടാൻ ഇറങ്ങുന്ന കമ്മി ഊണിസം എന്ന ഫേക്കിസം ശരിക്കും ഈ നാടിൻ്റെ ശാപം. ഇവർക്ക് എന്നും വേണം തമ്മിൽ തല്ലിക്കാൻ രണ്ട് കൂട്ടർ. മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ തക്കം വാർത്തിരിക്കുന്ന ചെന്നായുടെ അടുത്ത ഇര ആരായിരിക്കും? മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: മതേതരത്വം എന്ന കപട നാടകം കെട്ടിയാടിയ ഫേക്ക് ലിബറൽ സൈക്കോ മാടമ്പികളുടെ നേർക്ക് ഇതുവരെ തന്നെ കൊണ്ടാടിച്ച ഫേക്ക് ഫെമിനിസം കം സെക്കുലർ വാദത്തിന്റെ പൊട്ടിയിടർന്ന ചിലങ്ക വലിച്ചെറിഞ്ഞ് ഭാനുമതി ഇങ്ങനെ ഉറക്കെ പറഞ്ഞു: ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങളുടെ വിശ്വാസം ഒതുക്കി ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ മതേതരമായിരിക്കുന്നത്. ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സ്റ്റേറ്റ്മെന്റാണ് നടി രേവതി നടത്തിയിരിക്കുന്നത്. ആർക്കൊക്കെയോ വേണ്ടി സ്വത്വബോധം അടിയറ വെച്ച് ദാസ്യപ്പണി ചെയ്യുന്ന മട്ടാഞ്ചേരി നീരാണ്ടന്മാരൊക്കെ നട്ടല് അടിയറ വയ്ക്കാത്ത ഒരു സ്വാഭിമാന ഹിന്ദുവിന്റെ ആർജവത്തിന് മുന്നിൽ നടുങ്ങി നിൽപ്പുണ്ട്. ആ ജാടത മറയ്ക്കാൻ ഫേക്ക് ലിബറൽ ടീമുകൾ എടുത്തു പൊക്കുന്നുണ്ട്. ആശാ കേളുണ്ണി എന്ന പേരിനൊപ്പമുള്ള നായർവാൾ. എന്താ അല്ലേ? അങ്ങനെ ഇന്നു മുതൽ നടി രേവതി സവർണ ഹിന്ദുത്വ അജണ്ട സിനിമകളിൽ കൂടി ഒളിച്ചു കടത്തിയിരുന്ന ആശാ കേളുണ്ണി നായരാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു കുറിപ്പ് അവസാനിക്കുന്നത്.